you need your space, then pull me close. I read your silence, louder than most. One day you're warm, the next day you're cold. Got me second guessing what I already know. I give you love, but you ration yours. You open up. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡിയോ ഷോപ്പിംഗ് ഹാളാണ്. നമ്മൾ ആക്ച്വലി സാറ്റർഡേ സ്റ്റുഡിയോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ ആക്ച്വലി പോകാൻ കാരണം ഫ്രൈഡേ നമുക്ക് ഇതുപോലെ തന്നെ ഈ ന്യൂ അറൈവൽസ് സ്റ്റുഡിയോയിൽ വരുന്നത് ഫ്രൈഡേയ്സ് ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ മിക്കപ്പോഴും പോകാറുള്ളത് സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു സാറ്റർഡേ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും. ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചത് ഓണമായതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു നല്ലൊരു തിരക്കുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും തിരക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പോകാറുള്ള സ്റ്റുഡിയോ നമ്മൾ കാക്കനാടുള്ള സ്റ്റുഡിയോയിലാണ് എപ്പോഴും പോകാറ്. പക്ഷെ അതിന്ന് മാറി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കയറിയിട്ട് വേറെ ഒരു ഷോപ്പും ഉണ്ട് സ്റ്റുഡിയോയുടെ. അപ്പോൾ നമ്മൾ അവിടെയാണ് പോയത്. അവിടെ അധികം അങ്ങനെ തിരക്ക് എപ്പോഴും കാണാറില്ല. നമ്മളെപ്പോഴും കാണാറുള്ളത് സ്റ്റുഡിയോയുടെ ആ മെയിൻ വള്ളത്തോൾ ജംഗ്ഷൻ ആ ഏരിയയിൽ കാണുന്ന സ്റ്റുഡിയോയിൽ തന്നെയാണ് എപ്പോഴും തിരക്ക് കാര്യമായിട്ട് ഉണ്ടാവാറുള്ളത്. അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ സെക്ഷനിലോട്ട് കയറി. എനിക്ക് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വേഗം എന്തെങ്കിലുമൊക്കെ വാരിപ്പെറുക്കി എടുക്കാനാണ് നമുക്ക് തോന്നണത്. അതുപോലെ തന്നെ 399 ആണെങ്കിലും 299 ആണെങ്കിലും നമ്മുടെ കുർത്ത സെറ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ സാറ്റർഡേ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് കളക്ഷൻസ് കാണാൻ സാധിക്കും. ഫ്രൈഡേ ഈ അറൈവൽസ് വരുന്നത് കൊണ്ട് തന്നെ ഈ സെറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ക്രോപ്പ് ടോപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ 299 ഒക്കെ സെറ്റായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ക്ലിയറൻസ് സെയിലായിട്ട് അങ്ങനെ എന്തോ കിടന്നാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നിയത്. ഞാനൊരു സെറ്റിൽ പോയി നോക്കിയപ്പോഴേക്കും അത്രയും ഭയങ്കര വിലക്കുറവിന് 199 അതുപോലത്തെ രീതിയിലുള്ള എമൗണ്ടിൽ താഴെ നമ്മളുടെ ഡ്രസ്സുകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് നോക്കിയപ്പോഴേക്കും എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് അതിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. നമുക്ക് അതിൽ നിന്ന് സെലക്ഷൻ നമ്മുടെ സൈസ് അനുസരിച്ച് നമ്മൾ നോക്കിയെടുക്കണം. അതായത് ഇങ്ങനെ ക്ലിയറൻസിന് ഇടുമ്പോൾ അതനുസരിച്ചുള്ള സൈസുകളല്ലേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ ക്ലിയറൻസ് സെയിൽ പോയി നോക്കുമ്പോഴേക്കും അത്രയ്ക്കും ഭംഗി ഉണ്ടായിരുന്നു എല്ലാ ടോപ്പുകളും കാണാനായിട്ട്. അങ്ങനെ എൻ്റെയൊക്കെ നോക്കി ഒരുവിധം സെറ്റാക്കി ഞാൻ അവിടെ നിന്ന് പോന്നു. നേരെ നമ്മൾ ജെൻസിൻ്റെ ആ സെക്ഷനിലോട്ട് കയറി. അത് മേളിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത ആ ഷർട്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഡിസൈനിലുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ കാണാറുള്ള പോലെ നമ്മുടെ സോക്സ്, അതുപോലെ തന്നെ കുട്ടികളുടെ സെക്ഷൻസ് അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ടീഷർട്ട് ഇല്ലേ, ജെൻസിൻ്റെ ടീഷർട്ട് 299 റേറ്റിൽ വരുന്ന ടൈപ്പ് ഒരുപാട് ടീഷർട്ട് ഇതുപോലെ തന്നെ ക്ലിയറൻസിനാണോ അങ്ങനെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ തന്നെ സൈസുകൾ അത്രയും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ അറ്റത്ത് എടുക്കുന്ന ആ വൈറ്റ് ഫുള്ള് ഇങ്ങനെ 299 അവിടെ വരുന്ന ആ ഒരു എമൗണ്ടിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാരൻസിന്, നമ്മുടെ അച്ഛൻ അമ്മയ്ക്കല്ല അപ്പന്മാർക്ക് ഇടുന്ന ടൈപ്പ് ഓഫ് ഷർട്ടുകളൊക്കെ ഇതാ കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു. അമ്മമാർക്ക് പിന്നെ നമുക്ക് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ കാണാറുള്ളതല്ലേ, നമ്മളുടെ അമ്മമാർക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകളൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കുറേ തിരഞ്ഞു പിടിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് അത്രയും നേരം നോക്കണം. ഒരു ഡ്രസ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് പിടിക്കില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രയും നോക്കി നടന്നിട്ട് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടാണ്ട് വരെ നമ്മൾ ഇറങ്ങിപ്പോരും. കാരണം അത്രയും മനസ്സിൽ പിടിച്ചത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോയാൽ കുറേ നേരം ഞാൻ അവിടെ നിൽക്കും ആ ഒരു ഷോപ്പിൽ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 299 താഴെ വരുന്ന ഈ ടീഷർട്ടുകളുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ നിരന്ന് കിടക്കുക. അതിൽ നിന്ന് നമ്മളുടെ സൈസ് അനുസരിച്ച് നമ്മൾ ഓരോന്ന് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ജെൻസിൻ്റെ ക്രോക്സ്, ഷൂ എല്ലാം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വൺ
പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നത് എപ്പോഴും സുഡിയോ ആണല്ലോ. അത് നമുക്ക് എന്ത് ഷോപ്പിൽ പോയാലും അത്രയും കളക്ഷൻസ് സുഡിയോയിൽ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണെങ്കിൽ എപ്പോഴും പറയാറ് സുഡിയോയാണ് കേട്ടോ. അതിപ്പോൾ മെയിനായിട്ടും ചിലവർക്ക് ഇൻട്രസ്റ്റ് അല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സുഡിയോയിൽ പോകുമ്പോൾ എല്ലാവരും സെയിം ഡ്രസ്സുകളായിരിക്കും വരാൻ പോണത്. കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും സുഡിയോയിൽ വന്ന്, അങ്ങനത്തെ ഒരു പാറ്റേൺ ആണല്ലോ സുഡിയോന്ന് നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയണത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കംഫർട്ടബിളായിട്ട് നമ്മുടെ ഒരു റേറ്റിനനുസരിച്ച്, നമ്മുടെ ഒരു എമൗണ്ടിനനുസരിച്ച് നമുക്ക് അത്യാവശ്യം രീതിയിൽ പർച്ചേസ് ചെയ്ത് പോരാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് ഈ പറയുന്ന സുഡിയോ എന്ന് പറയണത്. ഇതിനേക്കാളും എമൗണ്ടുകൾ കൂടുതലാണല്ലോ മാക്സ്, ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ ട്രെൻഡ്സ് പോലത്തെ ഷോപ്പുകളിൽ. എന്തുകൊണ്ടും സുഡിയോ എന്ന് പറയുന്ന ആ ഒരു ഷോപ്പ് ടാറ്റ എൻ്റർപ്രൈസസ് ഒക്കെ തുടങ്ങാനുള്ള കാര്യം തന്നെ വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും എമൗണ്ട് കുറച്ച് ഇങ്ങനെ ഓരോ ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്കത് പോയി വാങ്ങിക്കാൻ സാധിക്കണമൊക്കെ നല്ലൊരു കാര്യമാണല്ലോ. പിന്നെ ഞാൻ ഈ വൈറ്റും ക്രീമും ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. കാരണം ഇത് നമുക്ക് ആർക്കുമല്ല, ഞാൻ അപ്പച്ചന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പോയതാണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ എനിക്ക് വൈറ്റ് എടുക്കണോ ഇതെടുക്കണോ എന്നായിരുന്നു. ലാസ്റ്റ് നമ്മൾ ആ ഒരു ഷർട്ടാണ് എടുത്തത്. പിന്നെ എല്ലാം ഒന്ന് എടുത്തു നോക്കി, പക്ഷെ അതൊന്നും നമ്മൾ എടുത്തില്ല. പിന്നെ ഇപ്പോൾ നോക്കുന്ന ഷർട്ടാണ് നമ്മൾ ആക്ച്വലി എടുത്തത്. ആകെ 1-2 ഷർട്ടാണ് നമ്മൾ അവിടെ നിന്ന് സുഡിയോ നമ്മൾ എടുത്തിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓണം കളക്ഷൻസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു എന്നല്ല, പക്ഷേ നമുക്ക് ഓണത്തിന് ഇടാൻ പാകത്തിന് ഈ കാണുന്ന ഷർട്ടൊക്കെ ഇല്ലേ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറച്ചൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്ക് ചേരുന്നതല്ല അങ്ങനത്തെ ഒരു മൈൻഡൊന്നും തോന്നിയില്ല. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ലിപ്സ്റ്റിക് സെക്ഷൻസ്, മേക്കപ്പ് സെക്ഷൻസ്, അതുപോലെ തന്നെ നമ്മളുടെ ചപ്പൽസ്, ലേഡീസിൻ്റെ ഈ ഡ്രസ്സുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ട്. പിന്നെ നമ്മൾ ആക്ച്വലി പോയതും കുറച്ചും കൂടി ട്രാവൽ ചെയ്ത് പോയപ്പോൾ അത്രയ്ക്ക് നോക്കാനുള്ളൊരു ടൈം വളരെ ചുരുക്കമായിരുന്നു. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടക്കാനൊക്കെ നല്ല രസമായിരുന്നു. നമുക്ക് നോക്കി നടക്കാൻ തന്നെ ഭയങ്കര ഒരു കാര്യമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഇയറിംഗ് കളക്ഷൻസ് അതൊക്കെ നമ്മളെപ്പോഴും കാണാറുള്ള ഈ മാക്സിൽ, ട്രെൻഡ്സിൽ, അതുപോലെ തന്നെ സുഡിയോയിലൊക്കെ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉള്ളത് ഉണ്ടാവുമല്ലോ. അതെപ്പോഴും നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, മറ്റേ ഇയറിംഗ് കളക്ഷൻസ്. എനിക്ക് അത്രയ്ക്കും ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ഇതായാലും എനിക്ക് വാങ്ങിച്ചാൽ മതിയാവില്ല. പിന്നെ ഇതുപോലത്തെ ഈ പിൻട്രസ്റ്റ് വൈബിലുള്ള ഒരുപാട് നമ്മളുടെ നൈറ്റ് ഡ്രസ്സുകൾ, നൈറ്റ് വെയേഴ്സ്, അതുപോലെ തന്നെ വീട്ടിലിടുന്ന പൈജാമ സെറ്റ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ആക്ച്വലി ഞാൻ നേരത്തെ ഓണത്തിൻ്റെ കോടിയൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഒരു സുഡിയോ ഹോൾ എന്ന് പറയുന്നത്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ ആയാലും എങ്ങനെയായാലും നമുക്ക് നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ സുഡിയോയിൽ. അപ്പോൾ സുഡിയോ എന്തായാലും ഓണത്തിന് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.